ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം അല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വെള്ള സവാളയാണ് കേട്ടോ, അതുകൊണ്ടാണ് വെള്ള സവാള എടുത്തിരിക്കുന്നത്. ചുമല സവാളയും കിട്ടും, കിട്ടത്തില്ല, നല്ല വെള്ള സവാളയാണ് കൂടുതലും ഇവിടെ ഞങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ള സവാള എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ എരിവ് ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഈ മുളക് പൊടി അധികം എരിവില്ല. നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മസാലകളെല്ലാം ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വേണം. നാടൻ ചിക്കനാണ്, നാടൻ ചിക്കൻ വേകാനായിട്ട് ഒത്തിരി സമയം വേണം. അപ്പോൾ നമുക്കൊരു 4 അല്ലെങ്കിൽ 5 അത്രയും വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്ന് കളയാതെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നാടൻ ചിക്കൻ സാധാരണ സ്കിന്ന് കളയാതെയാണ് വെക്കാറ്, അതുകൊണ്ട് സ്കിന്ന് കളയാതെ ആണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് കളഞ്ഞിട്ടും വെക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 4 അല്ലെങ്കിൽ 5 വിസിൽ വരെ അടുപ്പിച്ച് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് കുറച്ചുകൂടി പരിപാടിയുണ്ട്, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ച് ഇതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് തുറന്നിട്ടുണ്ട്. അപ്പം കാണാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ചൊരു 3-4 ചെറിയ കിഴങ്ങാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതാണ് ഞാൻ 3-4 കിഴങ്ങെന്ന് പറഞ്ഞത്. ഒരു കിഴങ്ങൊക്കെ മന്ദീകരിക്കാൻ ഒരു മുഴുത്ത കിഴങ്ങുണ്ടെങ്കിൽ അത് ഒരു വലിയ കിഴങ്ങ് അത്ര മതിയായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വിസിലും കൂടി അടുപ്പിച്ചെടുക്കാം. കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഒറ്റ വിസിൽ ഇനി അടച്ചിട്ട് ഒരൊറ്റ വിസിലും കൂടി അടുപ്പിച്ച് അതിൻ്റെ ആവിയൊക്കെ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്, കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ ഇതിനകത്ത് ചാറൊക്കെ കുറവല്ലേ, ഇപ്പം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് തേങ്ങാപ്പാൽ കിട്ടുക, ടിൻഡ് കോക്കനട്ട് മിൽക്കാണ്. അപ്പം അതും കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തേങ്ങാപ്പാൽ
തിളപ്പിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.